എല്ലാവർക്കും നമസ്കാരം. ആയുർവേദത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഔഷധങ്ങളിലൊന്നാണ് തിപ്പല്ലി. കുരുമുളകിന്റെ കുടുംബത്തിൽപ്പെട്ട ഈ സസ്യം പിപ്പലി എന്നും പറയാറുണ്ട്. കുരുമുളകിനേക്കാൾ ഔഷധഗുണങ്ങൾ കൂടുതലുള്ള തിപ്പലി പ്രധാനമായും ശ്വസന വ്യവസ്ഥയെ ശുദ്ധീകരിക്കാനും ദഹനപ്രക്രിയ മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. ആയുർവേദത്തിലെ പ്രശസ്തമായ ത്രികടു എന്ന ഔഷധക്കൂട്ടിലെ ഒരു പ്രധാന ചേരുവയാണിത്. വിട്ടുമാറാത്ത ചുമ, ആസ്മ, കഫക്കെട്ട് എന്നിവയ്ക്ക് തിപ്പലിയേക്കാൾ മികച്ച മറ്റൊരു മരുന്നില്ല എന്ന് തന്നെ പറയാം. ശരീരത്തിലെ മെറ്റബോളിസം വർദ്ധിപ്പിക്കാനും വിഷാംശങ്ങളെ പുറന്തള്ളാനും ഇതിന് പ്രത്യേക കഴിവുണ്ട്. വെറും ഒരു സുഗന്ധവ്യഞ്ജനം എന്നതിലുപരി കോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കാനും രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന ഒന്നാണിത്. ശരീരത്തിലെ അമിതമായ കഫത്തെ ഇല്ലാതാക്കാൻ തിപ്പലിക്ക് പ്രത്യേക കഴിവുണ്ട്. തിപ്പലി ഉഷ്ണവീര്യമുള്ള ഔഷധമായതിനാൽ ഇത് ശ്വസനനാളിയിലെ തടസ്സങ്ങൾ നീക്കാനും ജലദോഷം, പനി എന്നിവ കുറയ്ക്കാനും സഹായിക്കുന്നു. തിപ്പലി പൊടിച്ച് തേനിൽ ചാലിച്ച് കഴിക്കുന്നത് കഫത്തെ അലിയിച്ച് കളയാൻ ഉത്തമമാണ്. കൂടാതെ കരളിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും വിശപ്പ് വർദ്ധിപ്പിക്കാനും തിപ്പലി സഹായിക്കും. തിപ്പലി ഉപയോഗിച്ചുള്ള ചില ഒറ്റമൂലികളെപ്പറ്റി നോക്കാം. വിട്ടുമാറാത്ത ചുമയ്ക്ക് തിപ്പലി പൊടിച്ചത് അല്പം തേനിൽ ചാലിച്ച് ദിവസവും 3 നേരം കഴിക്കുക. ഇത് തൊണ്ടയിലെ അസ്വസ്ഥതകൾ കുറയ്ക്കാനും ചുമ മാറ്റാനും സഹായിക്കും. തിപ്പലിപ്പൊടിയും ചുക്കുപൊടിയും തുല്യ അളവിലെടുത്ത് തേനിൽ ചേർത്ത് കഴിക്കുന്നത് ശ്വാസതടസ്സം കുറയ്ക്കാൻ സഹായിക്കും. തിപ്പലിയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് പനി കുറയ്ക്കാനും ജലദോഷത്തിന് ആശ്വാസം നൽകാനും ഉത്തമമാണ്. ഭക്ഷണത്തിന് മുൻപ് ഒരു നുള്ളു തിപ്പലിയുടെ പൊടി ഇഞ്ചിനീരിൽ ചേർത്ത് കഴിക്കുന്നത് വിശപ്പ് വർദ്ധിക്കാനും ദഹനം സുഗമമാക്കാനും സഹായിക്കും. തിപ്പലിപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് പാലിൽ തിളപ്പിച്ച് കുടിക്കുന്നത് നെഞ്ചിലെ കഫം ഇളകിപ്പോകാൻ സഹായിക്കും. ദിവസവും ചെറിയ അളവിൽ തിപ്പലി തേനിൽ ചേർത്ത് കഴിക്കുന്നത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കും. ശരീരത്തിലെ അമിതമായ കൊഴുപ്പിനെ എരിയിച്ചു കളയാൻ തിപ്പലി ചായ കുടിക്കുന്നത് ഗുണകരമാണ്. വിട്ടുമാറാത്ത പനിക്ക് തിപ്പലി കഷായം വെച്ച് കഴിക്കുന്നത് പനി കുറയാൻ സഹായിക്കും. ഗ്യാസ് മൂലമുള്ള വയറുവേദനയ്ക്ക് തിപ്പലിപ്പൊടിയും ജീരകപ്പൊടിയും ചേർത്ത് കഴിക്കുന്നത് വയറുവേദന കുറയ്ക്കാൻ സഹായിക്കും. തിപ്പലിയുടെ എണ്ണ വേദനയുള്ളയിടത്ത് പുരട്ടുന്നത് നീർക്കെട്ടും വേദനയും കുറയ്ക്കാൻ സഹായിക്കും. തിപ്പലി ഒരിക്കലും അമിതമായ അളവിൽ ഉപയോഗിക്കരുത്. ഇത് ശരീരത്തിൽ അമിതമായ ചൂടുണ്ടാക്കാൻ കാരണമാകും. അതുപോലെ തിപ്പലി തുടർച്ചയായി 1 മാസത്തിൽ കൂടുതൽ ഉപയോഗിക്കരുത്. വയറിൽ പുണ്ണോ കഠിനമായ അസിഡിറ്റിയോ ഉള്ളവർ തിപ്പലി ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം.